നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. VD സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചേർപ്പിൽ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ മധുര വിതരണം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റിന്റെ 3ാം വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പിന്നിട്ട പഴയകാല സഹപ്രവർത്തകർക്ക് ആദരം നൽകി അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപകരും അനധ്യാപകരും. വാർത്തകൾ വിശദമായി. VD സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചേർപ്പിൽ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ മധുര വിതരണം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CK വിനോദ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ത്രിവർണ്ണ നിറമുള്ള ലഡ്ഡു വിതരണം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തേറമ്പത്ത് സുജിത്, സലിം അഹമ്മദ്, മുഷ്റഫ് എന്നിവരും മധുരം വിതരണത്തിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റിന്റെ 3ാം വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. ആ വ്യാപാരികൾക്ക് ഒരു പ്രശ്നം വന്നാൽ, അവർക്കൊരു സങ്കടം വന്നാൽ കണ്ണീരൊപ്പാൻ ഈ സംഘടന തന്നെ ഉള്ളൂ എന്ന് ആദ്യം നമുക്ക് ബോധ്യമാണ്. ഈ ഭദ്രം സുരക്ഷാ പദ്ധതിയിൽ ഏകദേശം 4 കൊല്ലം മേലെയായി ഈ സംഘടനയിൽ ആരംഭിച്ചിട്ട് 78 കോടി രൂപ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ വീടുകളിൽ പൈസ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് ഏകോപന സമിതി കരുതിയാണ്. 78 കോടി രൂപയാണ് പ്രിയപ്പെട്ടവരെ. ഭദ്രം സുരക്ഷാ പദ്ധതിയിലും ഭദ്രം പ്ലസ് പദ്ധതിയിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവർ മരിച്ച വീടുകളിലും അസുഖബാധിതരായവരുടെ വീടുകളിലും കൊടുത്ത പണമാണ് 78 കോടി രൂപ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒത്തിരി നല്ല പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളൊരു കാര്യം, ഒരു ശ്രദ്ധ എനിക്ക് പറയാനുള്ളത്, ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനം പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് വീടില്ല എങ്കിൽ 3, 4, 5 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ടെന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. 500 സ്ക്വയർ ഫീറ്റും 550 സ്ക്വയർ ഫീറ്റും വീട് പണിത് കൊടുക്കാൻ ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് വീടില്ല, സ്ഥലമുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജു എടക്കളത്തൂരിനെ സമീപിച്ചാൽ അപേക്ഷ അവിടെ ചെല്ലും. അടുത്ത മാസം ജൂൺ മാസം 13 നിയോജക മണ്ഡലങ്ങളിലും തറക്കല്ലിട്ടുകൊണ്ട് അതിന് ഉദ്ഘാടനം നടത്താൻ പോവുക. യൂണിറ്റ് പ്രസിഡന്റ് സലീഷ് നടുവിൽ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ഉണ്ണി വെളിയത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ വിൻസെന്റ് പിടിയത്ത് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ബിജു എടക്കളത്തൂർ വരണാധികാരിയായ തിരഞ്ഞെടുപ്പിൽ യൂണിറ്റ് പ്രസിഡന്റായി സലീഷ് നടുവിൽ, സെക്രട്ടറിയായി ആന്റണി വിജയ്, ട്രഷററായി വിൻസെന്റ് പിടിയത്ത് എന്നിവരെ വീണ്ടും തിരഞ്ഞെടുത്തു. യൂണിറ്റ് സെക്രട്ടറി PG ആന്റണി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ എന്നിവരും പൊതുയോഗത്തിൽ പങ്കെടുത്തു. 80 പിന്നിട്ട പഴയകാല സഹപ്രവർത്തകർക്ക് ആദരം നൽകി അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപകരും അനധ്യാപകരും. പൂർവ്വ ജീവനക്കാരുടെ കൂട്ടായ്മയായ സുഹൃതം ഗ്രൂപ്പാണ് ആദരമൊരുക്കിയത്. 80 വയസ്സ് പിന്നിട്ട 15 സഹപ്രവർത്തകരാണ് സുഹൃതം ഗ്രൂപ്പ് കൂട്ടായ്മയിലുള്ളത്. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യ പ്രിൻസിപ്പാളായ KL ജോൺസൺ, 93 വയസ്സ് പിന്നിട്ട AO വർഗീസ്, 98 വയസ്സുള്ള പുളിക്കൻ ജോർജ് തുടങ്ങിയവരെല്ലാം ആദരം ഏറ്റുവാങ്ങി. ശാരീരിക അവശത കാരണം വിശ്രമിക്കുകയായിരുന്ന ജോർജ് മാസ്റ്ററെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് സുഹൃതം ഗ്രൂപ്പ് ആദരിച്ചത്. പുതുമയാർന്നതും സമൂഹം ആഗ്രഹിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് സുഹൃതം ഗ്രൂപ്പ് നടത്തിവരുന്നത്. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
പേടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമമല്ലേ. അതുപോലെ അങ്ങനെ പേടിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ വീണ്ടും ആ പേടി ഒന്നും കൊണ്ട് ഉയർന്നു വരികയാണ്. ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടുള്ള ഒരു പേടിയാണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് പറയുക? അപ്പോൾ നിങ്ങളെ നിന്ന് കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പം നിങ്ങൾ ഈ ലോകത്തെ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ നയിച്ചുകൊണ്ട് കടന്നു പോയിരിക്കുന്ന വലിയ നേതാക്കളാണ്. അതാണ് എനിക്ക് നമ്മൾ സാധാരണ നമ്മൾ ഈ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നാട്ടിന് പുറത്താണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരങ്ങളാണ് വീട്ടി തേക്ക് അല്ലേ. വീട്ടി തേക്ക് നല്ല മരങ്ങളാണ്. പക്ഷെ അത് ചെറുതായിരിക്കുമ്പോൾ അതിന് കാതലൊന്നും ഉണ്ടാവില്ല അല്ലേ, അതിങ്ങനെ വലിയ ബലമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിനിങ്ങനെ പ്രായം ചെല്ലും തോറും അതിൻ്റെ കാതലിങ്ങനെ കട്ടി കൂടി വരും, അതിൻ്റെ മൂപ്പ് ഇങ്ങനെ കൂടും തോറും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗുണം അല്ലേ, ഗുണം പ്രാധാന്യം അതിങ്ങനെ കൂടി വരും. അപ്പം അതുപോലെ തേക്കും വീട്ടിയുമായിരിക്കും നിങ്ങൾ. ഞാൻ എനിക്ക് അതിനോടാണ് സാദൃശ്യപ്പെടുത്താൻ പറ്റുന്നത്. ഉത്തമരായിട്ടുള്ള മരങ്ങളിൽ ഉത്തമമാണ് ഈ തേക്ക് വീട്ടിയൊക്കെ. അപ്പം അതിനിങ്ങനെ പ്രായം കൂടും തോറും അതിൻ്റെ ഈ കാതല്, അതിൻ്റെ കളറും അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും മേന്മയും എല്ലാം വർദ്ധിക്കുന്നത് പോലെ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ പ്രാധാന്യം കുറഞ്ഞു വരികയല്ല, നിങ്ങളുടെ കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുൻ അധ്യാപിക പ്രസന്ന അധ്യക്ഷയായി. 2017 നമ്മുടെ സുഹൃതം എന്ന ഗ്രൂപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ലിസി നാസർ ടീച്ചറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അന്ന് ഒരു മീറ്റിംഗ് കൂടി CK ജോസഫ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ എന്നെ ആൻഡ് ടീച്ചറെ ഇതിൻ്റെ സാരഥികളായിട്ട് തിരഞ്ഞെടുത്തു. ഇതുവരെ ഞങ്ങൾ 10 കൊല്ലായി. അപ്പോൾ സുഹൃതം എന്ന ആ കുട്ടി അന്ന് ജനിച്ചിട്ട് ഇന്ന് 10ാമത്തെ വയസ്സാണ് 2026. ഇതുവരെ ഞങ്ങള് ആ സുഹൃത്തിനെ നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടത്തുന്നത് ഞങ്ങളുടെ വിചാരം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു, എല്ലാവരും സഹകരിച്ചിരുന്നു. സുഹൃതം ഇത്രയ്ക്കും ഭംഗിയായിട്ട് ആ ഗ്രൂപ്പ് വളരാനായിട്ട്. മുൻ അധ്യാപകരായ PR വർഗീസ്, MP കൊച്ചു ത്രേസ്യ, KA പുറിഞ്ചു, KA ഔസേബ്, ലിസി ലാസർ, CKS ജോസഫ്, ജെയിംസ് P പോൾ, PD ഇട്ടിയച്ചൻ, സ്റ്റെയിനി ചാക്കോ, CM ജോഷി, ആനി തെക്കത്ത്, പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകൻ ഹരി P നായർ, KV ജെസ്സി എന്നിവർ സംസാരിച്ചു. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പലരും അവരുടെ കുറ്റമല്ല, കാലത്തിൻ്റെ ഒരു കൗതുകമാണ്. പഴയ കാര്യങ്ങൾ, പിന്നിട്ട കാര്യങ്ങൾ, പോയ കാല സ്മരണകൾ പഠിച്ച വിദ്യാലയം, പഠിപ്പിച്ച അധ്യാപകർ, രക്ഷിതാക്കൾ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ അവർ പകർന്നു തന്നിട്ടുള്ള നല്ല ഉപദേശങ്ങൾ, അറിവുകളൊക്കെ ഓർത്തു വെച്ചുകൊണ്ടല്ല പലരും മുന്നോട്ടുള്ള യാത്ര. പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അതിൽ അഭിരമിച്ചുകൊണ്ട് അതിൻ്റെ ആനന്ദങ്ങളിലും ഉല്ലാസങ്ങളിലും വർത്തമാന സുഖങ്ങളിൽ ജീവിക്കുന്നവരാണ് ഒട്ടുമിക്കവരും. അവിടെയാണ് നമ്മൾ ഈ ലാഭം എന്ന് പറയുന്ന ലിസി ടീച്ചർ ഉണ്ട് ഇല്ലേ, കണക്ക് പഠിപ്പിച്ചവർ, ജോഷി മാഷ് കണക്ക് പഠിപ്പിച്ചവർ പഠിപ്പിച്ചിട്ടുള്ളതേ വിറ്റ വില മൈനസ് വാങ്ങിയ വില ഈക്വൽ ടു ലാഭം. അങ്ങനെ തന്നെ അല്ലേ, വിറ്റ വില കൂടുതലാണെങ്കിൽ മൈനസ് വാങ്ങിയ വില ലാഭം. ഈ ലാഭം എന്ന് പറയുന്ന ജീവിതത്തിൽ വർത്തമാനകാലവും ഭാവി മാത്രം ചേർന്നതല്ല, പോയ കാലത്തിൻ്റെ ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ, നമ്മുടെ അടുത്ത തലമുറയ്ക്കും അതൊക്കെ പകർന്നു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്നിടത്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ സുഖവും ലാഭവും ഇരിക്കുന്നത്. ഇരിങ്ങാലക്കുട എടക്കുളത്ത് കാണാതായ യുവാവിനെ എറണാകുളം മരട് കായലിനരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടക്കുളം വലിയപാലം സ്വദേശി പൂമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തൈവളപ്പിൽ വീട്ടിൽ സന്തോഷിന്റെ മകൻ 25 വയസ്സുള്ള അശ്വന്താണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 10-ന് ഞായറാഴ്ച പാലക്കാടുള്ള സുഹൃത്തിനെ കാണാൻ പോയിരുന്നു അശ്വന്ത്. അന്നു തന്നെ വൈകിട്ടോടെ പാലക്കാട് നിന്ന് അശ്വന്ത് മടങ്ങിയതായി സൂചന ലഭിച്ചെങ്കിലും വീട്ടിൽ എത്തിയില്ല.
ഇതോടെ അശ്വന്തിന്റെ ബന്ധുക്കൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്നുള്ള അന്വേഷണത്തിനിടെയാണ് അശ്വന്തിന്റെ മൃതദേഹം എറണാകുളം മരട് കായലിനരികിൽ കണ്ടെത്തിയത്. ബിരുദാനന്തര ബിരുദധാരിയായ അശ്വന്ത് താൻ രചിച്ച കവിതകളുടെ സമാഹാരം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലായിരിക്കെയാണ് ആകസ്മികമായ മരണം സംഭവിച്ചത്. സന്ധ്യയാണ് അമ്മ. സഹോദരൻ ആഷിൽ അശ്വന്തിന്റെ മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കാപ്പ ഉത്തരവ് പ്രകാരം 2 കുപ്രസിദ്ധ ഗുണ്ടകളെ 3 മാസക്കാലത്തേക്ക് നാടുകടത്തി. തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. വലപ്പാട് പോലീസ് സ്റ്റേഷൻ റൌഡികളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളുമായ കുപ്രസിദ്ധ ഗുണ്ടകളാണ് കാപ്പ നിയമപ്രകാരമുള്ള നാടുകടത്തലിന് വിധേയരായത്. വലപ്പാട് വട്ടപ്പരത്തി സ്വദേശികളായ കണ്ണംപറമ്പിൽ വീട്ടിൽ സുരമോൻ എന്ന നിഖിൽ, കാരേപ്പറമ്പിൽ വീട്ടിൽ കണ്ണപ്പൻ എന്നിവരെയാണ് കാപ്പ ചുമത്തി 3 മാസത്തേക്ക് നാടുകടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG T. നാരായണനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രതിയായ നിഖിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 വധശ്രമം, 7 അടിപിടി, വീട്ടിൽ അതിക്രമിച്ചു കയറിയുള്ള മോഷണം എന്നിവയടക്കം 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ജിതിൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 വധശ്രമം, 5 അടിപിടി, വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം എന്നിവയടക്കം 15 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചുമതലയിലടക്കം പോലീസിന്റെ മികവുറ്റ സേവനത്തിന് അംഗീകാരം. 125 പോലീസ് ഉദ്യോഗസ്ഥരാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദനത്തിന് അർഹരായത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണൽ ദിനങ്ങളിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ കഴിഞ്ഞതാണ് ഉദ്യോഗസ്ഥരെ ബഹുമതിക്ക് അർഹരാക്കിയത്. കൂടാതെ കഴിഞ്ഞ ഏപ്രിൽ മാസം വിവിധ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥർ, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്നിവരും ജില്ലാ പോലീസ് മേധാവിയുടെ അംഗീകാരം സ്വന്തമാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദന പത്രവും പാരിതോഷികവും സമ്മാനിച്ചു. തൃശൂർ റൂറൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 125 പോലീസ് ഉദ്യോഗസ്ഥരാണ് അനുമോദനത്തിന് അർഹരായത്. അഡീഷണൽ SP VI കൃഷ്ണദാസ്, DYSPമാരായ NS സലീഷ്, K. അബ്ദുൾ സലാം, M. സന്തോഷ് കുമാർ, PH. ഇബ്രാഹിം, P. പ്രമോദ് എന്നിവർക്ക് പുറമെ വിവിധ പോലീസ് സ്റ്റേഷൻ SHOമാരായ ഇൻസ്പെക്ടർമാർ, SIമാർ, CPOമാർ എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. മതിലകം പൊക്ലായിയിൽ അന്തിയുറങ്ങാൻ തെരുവോരം ഇടമാക്കിയ നാടോടി കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടൊരുങ്ങുന്നു. പൊക്ലായിയിൽ കഴിഞ്ഞിരുന്ന 5 നാടോടി കുടുംബങ്ങൾക്കാണ് വീടെന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാകുന്നത്. കയ്പമംഗലം മുൻ MLA E.T. ടൈസൺ മാസ്റ്ററിന്റെ ഇടപെടലാണ് തെരുവോരത്ത് കഴിഞ്ഞ 5 നാടോടി കുടുംബങ്ങൾക്ക് തുണയായത്. മതിലകം ഗ്രാമപഞ്ചായത്തും പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയും പദ്ധതിക്കായി കൈകോർത്തതോടെ നാടോടി കുടുംബങ്ങൾക്കുള്ള വീടുകളുടെ നിർമ്മാണത്തിനും തുടക്കം കുറിച്ചു. 5 വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ മാള ഏരിയ കോർഡിനേറ്റർ KM നാസർ പദ്ധതി പ്രവർത്തനം വിശദീകരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസിദ്ധ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ചിഞ്ചു അനീഷ്, ഹസീന ഗഫൂർ എന്നിവർ സംസാരിച്ചു. ഓരോ കുടുംബത്തിനും വീട്, സ്ഥലം എന്നിവയ്ക്കായി 6 ലക്ഷം രൂപ വീതം മതിലകം പഞ്ചായത്ത് മുഖേന സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. സ്ഥലത്തിനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപയും സ്ഥലം സൗജന്യമായി നൽകിയ പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള തന്നെ വീടുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചു. കുറഞ്ഞ തുകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിർമ്മാണ ചുമതലയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. പീപ്പിൾസ് ഫൗണ്ടേഷന് വേണ്ടി മതിലകം പുന്നക്ക ബസാർ വൈപ്പിപ്പാടത്ത് സ്വദേശികളായ റഫീഖ്, സഹോദരൻ ഈസ എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ചു. ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് സിഗ്നൽ ബോർഡിലും വൈദ്യുതി തൂണിലും ഇടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 7:40ഓടെയായിരുന്നു സംഭവം. അപകടത്തിന്റെ ആഘാതത്തിൽ റോഡരികിലെ വൈദ്യുതി തൂൺ പൂർണ്ണമായും തകർന്നു വീണു. നിയന്ത്രണം വിട്ട കാർ സിഗ്നൽ ബോർഡിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചതിനെ തുടർന്ന് വാഹനത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാറിന്റെ ഇടതുഭാഗത്തെ മുൻപിലെയും പുറകിലെയും ടയറുകൾ പൊട്ടിപ്പോകുകയും ഒടിഞ്ഞു വീണ വൈദ്യുതി തൂൺ പതിച്ച കാറിന്റെ മുകൾ ഭാഗം തകരുകയും ചെയ്തു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
അപകടത്തെ തുടർന്ന് കേച്ചേരി മേഖലയിലെ വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് സംവിധാനങ്ങളും പൂർണ്ണമായും തകരാറിലായി. തകർന്ന വൈദ്യുതി തൂൺ പുനഃസ്ഥാപിക്കുന്നതിനായി KSEB ജീവനക്കാരും കേബിൾ തൊഴിലാളികളും സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട്. തിരക്കേറിയ സമയത്തുണ്ടായ അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് വാഹനം നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,880 രൂപ, പവന് 1,19,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. VD സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചേർപ്പിൽ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ മധുര വിതരണം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റിന്റെ 3ാം വാർഷിക പൊതുയോഗം നടന്നു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പിന്നിട്ട പഴയകാല സഹപ്രവർത്തകർക്ക് ആദരം നൽകി അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപകരും അനധ്യാപകരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.